മുസ്തഫ, മുസ്തഫ! അയ്യോ സാറേ, എനിക്കൊന്ന് അറിഞ്ഞോളൂ സാറേ, ഞാൻ നിരപരാധിയാണ്, എന്നെ തലല്ലേ സാറേ. എന്റെ പിച്ചை വേഗം പറഞ്ഞേ. സമയത്രയെന്നറിയോ? ഏഴേ പോയി ചായട്. അതിനകത്ത് എന്നോട് കിടന്ന് ഉറങ്ങല്ലേ? ഓ, ഞാനത് മറന്നു. ഞാനത് ഓർത്തെ. ആ പെണ്ണെന്താ എണീക്കാത്തെ? ചായ റെഡി. ഞാൻ ചായ ഇട്ടായിരുന്നു. എന്താ ചെയ്തത് തെറ്റായി പോയോ? ഏയ്, തെറ്റൊന്നുമില്ല. രാവിലെ തന്നെ പിച്ചക്കാരെ കെട്ടിയെടുത്തോ? വാഴ തുറക്കടാ. പിച്ചക്കാരനല്ല, കുരിയച്ചായി. അയ്യോ, അയാളെ തന്നെ രാവിലെ തന്നെ കെട്ടിയെടുത്ത്. അതൊക്കെ നോക്കും. മായ ഞാൻ കുരിയച്ചാൻ കണ്ടു കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ ഇയാൾ എന്ത് മുട്ടാൻ മുട്ടുന്നത്? ഇയാൾക്ക് തപ്പിടാൻ മുട്ടുണ്ടോ? കട്ടിലിന്റെ അടിയിലേക്ക് തള്ളി വെക്കണ. അയ്യേ, അടിയിലേക്ക് ഇരുന്നോളൂ. എന്താ അതിലോർക്കാൻ? ഞാൻ തുറന്നോളാം. എന്തുവാണേ തുറക്കാൻ ഇത്ര താമസം? ഞങ്ങൾ ഇതിൽ രാത്രി കിടക്കാൻ ലേറ്റായി. അത് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നീയൊക്കെ ചായ ഇടുന്ന സ്വഭാവം എന്ന് തുടങ്ങി? എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഈ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കൂലേ, അതുപോലെ ഉറക്കത്തിൽ ചായയുടെ ഹാബിറ്റായി മാറിയിരിക്കാം. ഇതൊരു അസുഖമാണ് കുരിച്ചായ. ഞാനിന്നലെ രാത്രി ഉറക്കത്തിൽ കുളിച്ചു. ഇതൊരു ഹാബിറ്റാണോ ചായ? ഇവനെല്ലാം ഓവറാക്കും. ഞാനുള്ള കണ്ട മൂർക്കമ്മന്ന് പറയും. എന്നെ മൂർഖനാക്കരുത്. പോയൊരു ചായ ഇങ്ങെടുത്തോണ്ട. ചായപ്പൊടി ഒട്ടൂല. കൊള്ള ചായ പൊടിയൊക്കെ മതി. തീപ്പെട്ടിയില്ല. പിന്നെ നീയൊക്കെ കല്ലറിച്ചിട്ടാണ് ചായ ഉണ്ടാക്കി കുടിച്ചത്? ഉറക്കത്തിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഒരു കൊള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ കൊള്ളിയോ? എന്നാൽ എന്റെ ഒരു തീപ്പെട്ടി കൊള്ളിയുണ്ട്. അത് നിന്റെയൊക്കെ തലയിൽ മണ്ണെണ്ണ വെച്ച് കൊളുത്താൻ വേണ്ടി സൂക്ഷിക്കുക. അതിട്ട് ചായ അകത്ത് മായ. മായോ? അതെ, മായം. ചായപ്പൊടിയിൽ മായമുള്ളതുകൊണ്ട് കുരിച്ചാനോട് കുടിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? അതന്നെ. പോയിടാ. കണ്ട തീപ്പെട്ടി ഇല്ലെന്ന് കള്ള റാസ്കൽ. അതല്ലേ നിനക്കൊരു വെപ്രാളം? അല്ല, മുസ്തഫയുടെ അണ്ടർവെയർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിന് അല്ല, കുരിച്ചായൻ പെട്ടെന്ന് കണ്ട് ഞെട്ടിയാലോ എന്ന് വിചാരിച്ച്. അതിന് മുസ്തഫ അണ്ടർവെയർ എന്തോന്ന് മൂർഖൻ പാമ്പാ? അത് കാണാത്തത് കണ്ടാ കുരിച്ചാനും പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചോ ഞങ്ങള്. ഇവ ഏത് മണ്ടൻ പൊട്ടൻ? ഊറുന്ന ഇല്ല, കാറ്റ്. കാറ്റ്. എന്തോ ആയി കളി? എങ്ങനെ തട്ടിയപ്പോ പൊടി. സോറി. പൊടി വല്ലം വിളിച്ച് പറഞ്ഞു. എങ്ങനെ എന്താ ഇത്? ഇതിനെവിടേക്കാണ് കൊണ്ടുപോകണം? ഞാൻ സ്റ്റുഡിയോകത്ത് കൊണ്ട് കുഴിച്ചു മൂടുക. ഇത് പാവാടല്ല. അത് പാവാടേടാ. സത്യം പറഞ്ഞു, ഇത് ആരുടെ പാവാടയാണ്? ഇതെന്റെ പാവാട. നീ പാവാട എടുക്കാൻ തുടങ്ങി? നാളെ മുതല്. അല്ല, ഇത് കണ്ട, ഈ ചേച്ചി ചെട്ടിട്ടോണ്ടൊക്കെ നീ പട്ടി കണ്ടോണ്ടിരിക്ക. ഇത് മറക്കാൻ വേണ്ടിട്ടാണ് ഇത് വേണ്ടത്. എങ്ങനെയുണ്ട്? കാലി കുരിയച്ചനോട് വേണ്ട. ഇത് ഈ പെണ്ണിന്റെ പാവാടയല്ല. ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്. നിനക്കറിയാമല്ലോ, ഞാൻ മറ്റെന്ത് സഹിക്കും. പക്ഷെ പെണ്ണ് കേസിപ്പെട്ടു എന്നറിഞ്ഞാ നിങ്ങൾ രണ്ടിന്റെ കഥ ഞാൻ കഴിക്കും. എവിടുന്നാണ് ഈ പെൺമണം? സത്യം പറ. അതേ ഇച്ചായ, ഇന്നലെ ഒരു 2 പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. ആ പെണ്ണുങ്ങൾക്ക് ഭയങ്കര മണായിരുന്നു. ആ നൈറ്റ് വാഷ് ചെയ്തപ്പോൾ അതേ മണായിരുന്നു. ആ മണ ഈ മണം. എനിക്ക് ഫീൽ ചെയ്തൊരു സ്മെല്ല്. ആ സ്മെല്ലേ ഈ സ്മെല്ല്? ആ സ്മെല്ല ഈ മണം. ഓ, ആ മണോ ഈ മണോ ഒക്കെ വിട്. ഇന്നലത്തെ കളക്ഷൻ ഒരു 1000 രൂപ എടുക്ക. ഫുള്ളായിട്ട് ബാങ്കിൽ അടച്ചു. ഇവിടെ വണ്ടി ഓടി വകെ നിന്റെ ഒന്നും ഇല്ലടേ. ഞാൻ വർക്ക്ഷോപ്പിൽ അടച്ചു. ഓ, നീയൊക്കെ കൂടെ എന്നെ അടക്കം ചെയ്യും. കർത്താവെ, 10 മണിക്ക് മുമ്പ് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ എവിടുന്ന് 1000 രൂപ ഉണ്ടാക്കും ഞാൻ? പാവാട. ഞാൻ പോവാണ്. ഞാനിത് ഇടാടാ. ഇനി മായ ഇവിടെ നിർത്തണം. അപകടം. പിന്നെന്ത് ചെയ്യും? ആരും ശ്രദ്ധിക്കാത്തവരിടം കണ്ടെത്തണം. മായക്ക് കുറച്ച് ചേഞ്ചൊക്കെ വരുത്തണം. വഴിയുണ്ട്. പെട്ടെന്ന് റെഡിയോ. ഞാൻ പറഞ്ഞതുപോലെ ബില്ലിൽ 200 രൂപ കൂട്ടി ഉണ്ട്. അമേരിക്കൻ പുങ്ങനെ ബില്ല് കാണണോ? എന്നാൽ ഇങ്ങനെ കാശടിക്കുന്നത് കുറെ കടുപ്പാണ് കേട്ടോ. ഇത്രയും ദൂരം സൈക്കിൾ എവിടെ തന്റെ ഈ അവിഞ്ഞ കട വരുന്നേനെ 200 രൂപ എഴുതിയാ പോരാ. രൂപ 400 താങ്ങണം. കാശേതാൻ കടവുളടാ. അതെന്താ കടവുളുക്കും തരും. വാസു, എന്താ നോക്കിയിരിക്കണം മാഷ്? ഇറങ്ങ്. നീ പോയി ചേച്ചി നോക്കി. ഏയ്, ഇത്ര രാവിലെ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. എടാ, ഉണ്ണുന്ന കാര്യമല്ല. മേരി ചേച്ചി അകത്തുണ്ടോന്ന് പോയി നോക്കാൻ.
ആനയുടെ നിറം കഴുതയുടെ ബുദ്ധിയാ. പോയി നോക്കണം. ചേച്ചി സമ്മതിച്ച് ജോൺ സാർ വരുന്നവരെ ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ? എന്താ? നീയും കൂടെ വരുമോ? ഇവന്റെ കാര്യം തലകാത്തിയായിരുന്നു. ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ സ്റ്റാൻഡപ്പ് എന്ന് പറയും. അപ്പ പോകണം. ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ കാലിത്തീറ്റ. ഓക്കെ അല്ലെങ്കിൽ പോക്കണത്. ചുറ്റും നീ ഇങ്ങോട്ട് വന്നേ. ചുറ്റും ആഹാ പാച്ചുവും കോവാലും കൂടെ എന്നാ ഇത്ര കാലത്തെ ചേച്ചിയെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. അപ്പൊ സുഖവിവരങ്ങൾ അന്വേഷിക്കാന്ന് വെച്ച് വന്നതാ. അങ്ങനെ വെറുതെ വരാൻ വഴിയില്ലല്ലോ. എന്നാ മുരിയച്ച നിന്നെ പുറത്താക്കിയോ? കരഞ്ഞ് ഓവറാക്കല്ലേ. പുറത്താക്കിയില്ല, പക്ഷെ താമസിച്ചിട്ട് പുറത്താക്കും. ഞങ്ങൾ ചേച്ചിയുടെ ആരാ? അനിയന്മാരായിട്ടാ ഞാൻ കണ്ടിരിക്കുന്നേ. ആണോ? ആണോ? ഞങ്ങളൊരു അടകുറത്തിപ്പെട്ട രക്ഷിക്കില്ലേ? ഏടാ ഗുരു. അപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്ന് വെക്കാം. അതെ, രണ്ടാളും കൂടെ ഒരു പെണ്ണിനെ പ്രേമിച്ചാലേ രണ്ടുപേരുടെ എല്ലൂരി സൂപ്പ് വെച്ച് പട്ടിക രണ്ടാളല്ല, ഇവൻ. നീ ചുപ്പരഹോ മിണ്ടി പോകരുത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് എന്നിട്ടിപ്പോ എന്താ ഉണ്ണിക്കുന്നത്? ചേച്ചി ഞാൻ തിരുമേനിയുടെ മോളുടെ കല്യാണം, എന്റെ ക്യാമറ. എന്നാ ഈ പറയുന്നേ? ചേച്ചി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുപ്പരഹോ എല്ലാം ഞാൻ പറയാം. ചേച്ചി ഇവനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു. അമ്മേ, ആരമ്മയാ? അമ്മയല്ല, ഒരു പെൺകുട്ടിയെ. ഒരു ആട്ടിൻകുട്ടിയെ ചെന്നായികൾക്ക് പിടിച്ചുകൊടുക്കും വിധത്തിൽ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് അവളുടെ ചേട്ടൻ നിർബന്ധിച്ചപ്പോൾ ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയെ അവൻ വിളിച്ചിറക്കിണ്ടോന്നോ? ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയോ? ചെയ്തോ? ചെയ്യാൻ പോയാ ആത്മഹത്യ ചെയ്യാൻ പോയൊരു പെൺകുട്ടിയെ. അവളുടെ ചേട്ടനൊരു കശ്മീരിലായിരുന്നു. ഞാനും വിചാരിച്ചില്ല ഇത്ര അടുക്കുന്നു. ചേച്ചി ഞങ്ങൾ എവിടെയില്ല, അയാൾ ഞങ്ങൾ തപ്പി പിടിച്ചുകൊണ്ടു. ഈ എടാകുടങ്ങളൊന്ന് അവസാനിക്കുന്നവർ ആ പെൺകുട്ടി ഒന്ന് ഇവിടെ നിർത്തണം. അതിന് പെൺകുട്ടി എവിടെ? പെൺകുട്ടി ഇവിടെ. Stand up. ആഹാ, ഉണ്ണിയുടെ സെലക്ഷൻ ഇട്ട് മോശമല്ല കേട്ടോ. ഇറങ്ങി വാ. ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാ. നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം വലതുകാലി വെച്ച് ഐശ്വര്യായിട്ട് കയറിക്കോളൂ. എന്നാ പേര്? മായ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പേര് മാമായെ. ചേച്ചി ഞങ്ങൾ അറിഞ്ഞ മായയെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ ബന്ധുക്കളാരെ പേടിക്കണ്ട ഉണ്ണി. ഇവിടെ വന്ന് ഇവളെ ആരും ഒന്നും ചെയ്യുകയില്ല. വാ. രക്ഷപ്പെട്ടു അല്ലേ? നീ എന്ത് തമ്മാടത്തിനോടെ പറഞ്ഞു? എന്റെ പെണ്ണാന്നോ? പിന്നെ അല്ലാതെ ആ കളവിന് ഓർക്കാൻ കട്ടുകൊണ്ടുവന്ന് പറഞ്ഞോ? അവരെ ആട്ടിയിറക്കും. ആ പെണ്ണെന്ത് വിചാരിച്ചാണ്? എന്ത് വിചാരിക്കാൻ? ജോൺ സാറിന്റെ കൂടെ പോവാന്ന് സമ്മതിച്ചിട്ടല്ല അവള് വന്നേ. ജോൺ സാർ വരുമ്പോ ഇവിടെ നിന്ന് കൊണ്ടുപോണ്ടേ? പിന്നല്ലേ അപ്പൊ പിന്നെ മേരിച്ചോട് എന്ത് പറയും? കുന്തം അവിടെ കണ്ടൊരു തോടെന്ന് വിചാരിച്ച് ഇവിടെ തുടങ്ങി മുണ്ടുപൊക്കി പിടിക്കണോ? ഈ വണ്ടി കയറിയാൻ ഓയിലിന്റെ നിറവും എലിയുടെ ബുദ്ധിയാ സാധനം. പെനാൾട്ടിഫിക്കേഷനും തുടങ്ങിയല്ലേ? നല്ല ബിസിനസ്. ശരിയാക്കി തരാം, ശരിയാക്കി തരാം. കുരിയച്ചോ, കുരിയച്ചോ. ഓ, ഇയാൾ ഇതിനകത്ത് ചത്ത് കിടക്കുവാന്നോ? ഇതാര് വാസുവോ? താൻ കാറടിച്ച് ആശുപത്രിയാണെന്ന് കേട്ടല്ലോ. ഞാനത് വിശ്വസിച്ചില്ല. താൻ 24 മണിക്കൂറും വീട്ടിനകത്ത് ഇങ്ങനെ ചെരച്ചോണ്ടിരുന്നോ? പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. തന്റെ പെണ്ണും പിള്ള എന്തിനവന്മാരും കൂടി അവളുടെ വീട്ടിൽ ബിസിനസ് തുടങ്ങി. ബിസിനസ്സോ? എന്തോ ബിസിനസ്? അല്ല, ഊക്കം പെനാൾട്ടിഫിക്കേഷൻ. എവിടുന്നോ കിളി പോലൊരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് മേരിക്കുട്ടിയുടെ വീട്ടിലാക്കി വെച്ച് അവന്മാര് ടൗണിൽ ചില്ലറയുള്ള ആണുങ്ങളെ തപ്പാൻ ഇറങ്ങിയിരിക്കുക. സത്യമാണോ താനീ പറയുന്നത്? ഇല്ല, താൻ പോയി നോക്ക്. തുടക്കത്തിലേക്ക് ഏറ്റടച്ചു കുറ്റി ഇടിച്ചില്ലെങ്കിൽ മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യത്തിന് താനും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. മാമ എന്ന പേരും വീഴും. മാമാന്നോ? വാ സ്റ്റേഷനോ? വാ. കൊല്ലം എല്ലാത്തിനും. എനിക്ക് തൃപ്തിയായി.